സോളാർ തട്ടിപ്പ് കേസ് പ്രതി ബിജു രാധാകൃഷ്ണൻ തമിഴ്നാട്ടിലും CSR ഫണ്ടിന്റെ പേരിൽ കോടികൾ തട്ടിയതായിട്ടുള്ള നിർണായക വിവരങ്ങൾ പുറത്തുവരുന്നു. കോയമ്പത്തൂരിലും മധുരയിലും പുതുച്ചേരിയിലുമാണ് സമ്മിറ്റുകൾ സംഘടിപ്പിച്ചത്. തമിഴ്നാട്ടിലെ പ്രമുഖ ട്രസ്റ്റുകളും മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജ് മാനേജ്മെന്റുകളും സമ്മിറ്റിൽ പങ്കെടുത്തു. മധുര സമ്മിറ്റിൽ മദ്രാസ് ഹൈക്കോടതി ജഡ്ജിയായിരുന്നു മുഖ്യാതിഥി. പണം നഷ്ടമായവരിൽ തമിഴ്നാട്ടിലെ രാഷ്ട്രീയ നേതാക്കളും ഉൾപ്പെടുന്നുണ്ടെന്നാണ് വിവരം. NHFന് ചെന്നൈയിലും ഓഫീസുണ്ട്. സമ്മിറ്റുകളുടെ ദൃശ്യങ്ങൾ ന്യൂസ് 18 ലഭിച്ചു. അതിനിടെ കാക്കനാട്ടെ ബിജു രാധാകൃഷ്ണന്റെ മെറിഡിയൻ പ്രൊജക്ട് പ്രൊഫഷണൽസ് ഒഴിയാൻ കെട്ടിട ഉടമ നോട്ടീസ് നൽകി. ബിജു രാധാകൃഷ്ണന്റെ തട്ടിപ്പ് സംബന്ധിച്ച ന്യൂസ് 18 വാർത്തയ്ക്ക് പിന്നാലെയാണ് ഉടമയുടെ നടപടി. വിവരങ്ങളുമായി MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ഈ സോളാർ തട്ടിപ്പ് കേസ് പ്രതി ബിജു രാധാകൃഷ്ണനെ കേന്ദ്രീകരിച്ചുള്ള അനീഷിന്റെ അന്വേഷണം ഒടുവിൽ എത്തി നിൽക്കുന്നത് തമിഴ്നാട്ടിലാണ്. തമിഴ്നാട്ടിൽ കേരളത്തിലേക്കാളും വലിയൊരു തട്ടിപ്പ് ഇയാൾ ആസൂത്രണം ചെയ്തു എന്ന് തന്നെ മനസ്സിലാക്കേണ്ടതില്ല. കാരണം അവിടെ സമ്മിറ്റുകൾ സംഘടിപ്പിക്കുന്നു. മെഡിക്കൽ എഞ്ചിനീയറിംഗ് കോളേജ് മാനേജ്മെൻറ്റുകളും വിവിധ ട്രസ്റ്റുകളുടെ ഭാരവാഹികളുമടക്കം ആ സമ്മിറ്റിൽ പങ്കെടുക്കുന്നു. മദ്രാസ് ഹൈക്കോടതി ജഡ്ജി മുഖ്യാതിഥിയായി എത്തുന്നു. ഇതിൽ വലിയൊരു തട്ടിപ്പുണ്ടെന്ന് ഈ ആളുകൾക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ? എത്രത്തോളം വലിയൊരു തട്ടിപ്പായിരിക്കും തമിഴ്നാട്ടിൽ നടത്തിയിട്ടുള്ളത്? ആരൊക്കെയാണ് ഇതിൽ പങ്കാളികളായിട്ടുള്ളത്? എന്താണ് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ പുറത്തു വരുന്ന വിവരങ്ങൾ, അനീഷ്? ടോം, നമ്മൾ ഈ അന്വേഷണം ആരംഭിച്ചപ്പോൾ തന്നെ മനസ്സിലായിരുന്നു കേരളത്തിൽ മാത്രമല്ല തട്ടിപ്പിൻ്റെ വേരുകൾ ആഴ്ന്നു കിടക്കുന്നത്. തമിഴ്നാട്, കർണാടക പോലുള്ള സംസ്ഥാനങ്ങളിലും ബിജു രാധാകൃഷ്ണൻ വലിയ തോതിൽ ആളുകളെ ഈ പേരിൽ പറ്റിച്ചിട്ടുണ്ട് എന്ന് മനസ്സിലായിരുന്നു. നമ്മൾ ഈ മെറിഡിയൻ എന്ന സ്ഥാപനത്തിൽ, ബിജു രാധാകൃഷ്ണൻ്റെ കാക്കനാടുള്ള സ്ഥാപനത്തിൽ ചെല്ലുമ്പോൾ തന്നെ ചില തമിഴ്നാട്ടുകാരായ ആളുകൾ, അവർ സന്നദ്ധ സംഘടനാ പ്രവർത്തകരെന്നും അവരിൽ നിന്നുള്ള സംസാരത്തിൽ മനസ്സിലായി. അവരും വലിയൊരു പദ്ധതിയുമായി എത്തിയതെന്ന് പറയുകയും ചെയ്തു. അവർ ഈ ഒരു മഞ്ഞ സഞ്ചിയിൽ കറൻസി നോട്ടുകളുമായാണ് അന്ന് അവിടെ കാണാനെത്തിയത്. തുടർന്ന് ഏറെ നേരം കാത്തിരുന്ന ശേഷം ബിജു രാധാകൃഷ്ണൻ്റെ, അതായത് സിഇഒയുടെ, ഈ NHFൻ്റെ സിഇഒയുടെ മുറിക്കുള്ളിലേക്ക് പോവുകയും പിന്നെ അവർ മടങ്ങി വരികയും ചെയ്തു. വലിയ സന്തോഷത്തിലാണ് അവർ അന്ന് അവിടെ നിന്ന് മടങ്ങിയത്. കാരണം കോടിക്കണക്കിന് രൂപ നിക്ഷേപം വരാൻ പോകുന്നു, അല്ലെങ്കിൽ ഒരു വലിയ CSR ഫണ്ട് തങ്ങൾക്ക് ലഭിക്കാൻ പോകുന്നു എന്ന കൃത്യമായൊരു വിശ്വസിച്ചാണ് അവരവിടെ നിന്നും മടങ്ങുകയും ചെയ്തു. എന്തായാലും ആ ഒരു കാഴ്ചയിൽ നിന്ന് തന്നെ നമുക്ക് ഒരുപാട് തമിഴ്നാട്ടുകാരായ ആളുകൾ അവിടെ വരുന്നുണ്ട് എന്ന് മനസ്സിലായിരുന്നു. അപ്പം അവിടുത്തെ ജീവനക്കാരോടും മറ്റും സംസാരിച്ചപ്പോഴും ഒത്തിരി തമിഴ്നാട്ടുകാർ അവിടെ എത്തുന്നുണ്ടെന്ന് അവർ പറയുകയും ചെയ്തു. എന്തായാലും അത് സ്ഥിരീകരിക്കുന്ന തരത്തിലുള്ള വിവരങ്ങൾ തന്നെയാണ് നമുക്കിപ്പോഴും ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ നിരവധി പേരാണ് ഇതുമായി ബന്ധപ്പെട്ട് തങ്ങൾ പ്രോജക്റ്റുകൾക്കായി അല്ലെങ്കിൽ CSR പദ്ധതികൾക്കായി ഈ ബിജു രാധാകൃഷ്ണനെ കണ്ടു എന്ന് പറയുന്നത്. അതിൽ പലരും പക്ഷേ നേരാം വണ്ണമല്ല, അതായത് കൃത്യമായ റെസിപ്റ്റോ ബാങ്ക് അക്കൗണ്ട് മുഖേന ഒന്നും പണം നൽകാത്തതിനാൽ അവർക്ക് പക്കൽ തെളിവുകളില്ലാത്ത ഒരു സാഹചര്യമുണ്ട്. പക്ഷേ പണം പോയത് എന്നത് പകൽ പോലെയുള്ള വസ്തുതയെ നിലനിൽക്കുകയും ചെയ്യുന്നു. ഇത്തരമൊരു സാഹചര്യത്തിലാണ് നമ്മൾ തമിഴ്നാട്ടിൽ നിന്നുള്ള ആളുകളും ബന്ധപ്പെട്ടിരിക്കുന്നത്. തമിഴ്നാട്ടിൽ വലിയ തോതിലുള്ള തട്ടിപ്പ് നടത്തിയതായി വ്യക്തമാകുന്നതാണ് അവരിൽ നിന്നും നമുക്ക് ലഭിച്ചിരിക്കുന്ന വിവരങ്ങൾ. കേരളത്തിൽ നിന്ന് വിഭിന്നമായി തമിഴ്നാട്ടിൽ പ്രത്യേക തരത്തിലുള്ള യോഗങ്ങൾ വിളിച്ചു ചേർത്താണ്, അതായത് നിക്ഷേപ സംഗമം എന്നൊക്കെ പറയുന്നത് പോലെ CSR സമ്മിറ്റുകൾ വിളിച്ചു ചേർത്താണ് ബിജു രാധാകൃഷ്ണൻ ആളെ കണ്ടെത്തിയത്. പോണ്ടിച്ചേരി, കോയമ്പത്തൂർ, മധുര എന്നീ 3 ഇടങ്ങളിലായാണ് ആ സമ്മിറ്റ് ചേർത്തത്. വർഷങ്ങൾക്ക് മുമ്പ് തന്നെ തമിഴ്നാട്ടിലെ ചെന്നൈയിൽ ഒരു ഓഫീസ് NGF തുടങ്ങുകയും ചെയ്തിരുന്നു. അവിടെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവിൻ്റെ ഉടമസ്ഥയിലുള്ള കെട്ടിടത്തിലാണ് ആ ഓഫീസ് പ്രവർത്തിക്കുന്നത് എന്നാണ് നമുക്ക് വിവരം ലഭിക്കുകയും ചെയ്യുന്നു. എന്തായാലും അവിടെ നിന്നും മറ്റിടങ്ങളിലേക്കുള്ള ശാഖകൾ പരന്ന് കിടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. മധുരയിലും കോയമ്പത്തൂരിലുമൊക്കെ ഒരുപാട് ആളുകൾ ഇയാളുടെ ചതിക്ക് വഴങ്ങി വിധേയമായി ഈ പണം നഷ്ടപ്പെട്ടവരുണ്ട്. പോണ്ടിച്ചേരിയിൽ സമ്മിറ്റ് നടന്നപ്പോൾ തികച്ചും സൗജന്യം എന്ന രീതിയിലായിരുന്നു. അതായത് ഒരു നിക്ഷേപ സാധ്യത അല്ലെങ്കിൽ CSR ഫണ്ടുകൾ വിനിയോഗിക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ, പ്രോജക്റ്റുകൾ തയ്യാറാക്കുന്നതിനുള്ള മാർഗനിർദ്ദേശങ്ങൾ, എങ്ങനെ ഒരു ട്രസ്റ്റോ സൊസൈറ്റിയെ ആരംഭിക്കാം, അല്ലെങ്കിൽ നിലവിലുള്ള ഈ സൊസൈറ്റികളും ട്രസ്റ്റുകളെ ഒക്കെ എങ്ങനെ കൂടുതൽ ഊർജിതമായി മുന്നോട്ട് കൊണ്ടുപോകാം എന്നീ കാര്യങ്ങളൊക്കെയുള്ള ഉപദേശം എന്ന രീതിയിലായിരുന്നു ആദ്യത്തെ പോണ്ടിച്ചേരിയിലെ സമ്മിറ്റ് നടന്നത്. എന്നാൽ കോയമ്പത്തൂരിലേക്കും
മധുരയിലേക്കും പോകുമ്പോൾ പണം ഈടാക്കിയാണ് ഈ സമ്മിറ്റുകൾ നടന്നത്. ഒരാളിൽ നിന്നും 5000 രൂപ വീതം ഈടാക്കിയാണ് ഈ സമ്മിറ്റ് നടത്തിയത്. എങ്കിൽ പോലും വാടകയ്ക്കെടുത്ത ഹാൾ ഏതാണ്ട് പൂർണ്ണമായി നിറയുന്ന അവസ്ഥയിലേക്ക് ആളുകൾ എത്തുന്ന സാഹചര്യമുണ്ടായിരുന്നു. അത്രയധികം ആളുകൾ ആ സമ്മിറ്റിനും എത്തുകയും ആ സമ്മിറ്റിനെത്തിയ ആളുകൾ പിന്നീട് മറ്റു പല കോണ്ടാക്റ്റുകളും ബിജു രാധാകൃഷ്ണൻ നൽകുകയും ചെയ്തു. അതായത് ബിജു രാധാകൃഷ്ണൻ്റെ ഒരു രീതി നമ്മളോട് കഴിഞ്ഞ ദിവസം റിൽഷാദ് എന്ന ആൾ പറഞ്ഞത് തന്നെ നോക്കിയാൽ, ആദ്യം റിൽഷാദുമായാവും ബിജു രാധാകൃഷ്ണൻ സഖ്യത്തിലാവുക, അല്ലെങ്കിൽ അയാളെ കൊണ്ടൊരു ട്രസ്റ്റ് രൂപീകരിച്ച് അതിൻ്റെ ഫണ്ടിനായി പ്രവർത്തിക്കും. പക്ഷേ ഇതേ സമയത്ത് തന്നെയാവും ഈ റിൽഷാദ് പരിചയപ്പെടുത്തിയ ഏലിയാസുമായി സമ്പർക്കം പുലർത്തുകയും ഈ തൻ്റെ കീഴിൽ വരാൻ പോകുന്ന പ്രോജക്റ്റിനെ കുറിച്ച് ഏലിയാസ് ഒരിക്കലും റിൽഷാദിനോട് സംസാരിക്കരുതെന്ന് പറയുന്നു. കാരണം മറ്റേ ആൾക്ക് താൻ ഉയരുന്നതിൽ അസൂയുണ്ടാവും, അതുകൊണ്ട് ഇക്കാര്യങ്ങൾ പരസ്പരം പറയരുതെന്ന കൃത്യമായ നിർദ്ദേശം നൽകുകയും ചെയ്യും. ഇത്തരത്തിൽ തന്നെയാണ് തമിഴ്നാട്ടിലും ചെയ്തിരിക്കുന്നത്. തമിഴ്നാട്ടിൽ ആദ്യം ബിജു രാധാകൃഷ്ണൻ്റെ അടുത്തേക്ക് ആളെ എത്തിച്ചവർക്ക് പിന്നീട് തട്ടിപ്പിനിരയാവുന്നവരെ കുറിച്ച് യാതൊരു ചിത്രവുമില്ല. കാരണം അവരുമായി ബിജു ഇടപെടുന്നുണ്ട് എന്നതിനെക്കുറിച്ച് ഒരു ചിത്രവും ഇവർക്ക് ലഭിച്ചിരുന്നില്ല. ഇപ്പം ഈ ന്യൂസ് 18 വാർത്തകൾ പുറത്ത് വന്നതിനെ തുടർന്നാണ് ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന അല്ലെങ്കിൽ ഇതിൻ്റെ കോർഡിനേറ്റർമാരായി പ്രവർത്തിക്കുന്ന ആളുകളെ അവർക്ക് താഴെയുള്ള ഇടപാടുകാർ ബന്ധപ്പെടുന്നത്. നിങ്ങളാണ് ആദ്യം ഞങ്ങളെ പരിചയപ്പെടുത്തിയത്, പക്ഷേ പിന്നീട് നേരിട്ട് ബിജു ഇടപെടുകയും അയാൾക്കായി പണം നൽകുകയും ചെയ്തു. അതുകൊണ്ട് നിങ്ങൾക്കാണോ ഉത്തരവാദിത്വം എന്ന രീതിയിൽ ഇവർ പരസ്പരം ബന്ധപ്പെടുന്നൊക്കെ ഉണ്ട്. പക്ഷേ അവർ പോലും അറിയുന്നത് ഇപ്പോഴാണ് വഞ്ചിക്കപ്പെട്ടു. ഒരു വർഷത്തിലധികമായി പണം അടച്ചിട്ടും 20 ലക്ഷം രൂപയും 30 ലക്ഷം രൂപയും അടച്ചിട്ടും യാതൊരു സേവനവും അല്ലെങ്കിൽ CSRുമായി ബന്ധപ്പെട്ട യാതൊരു സേവനങ്ങളും ഇതുവരെ ലഭിക്കാത്ത ആളുകളുണ്ട്. നമ്മളോട് കേരളത്തിൽ ആളുകളോട് പറഞ്ഞ രീതിയിൽ തന്നെ 1500ൻ്റെയും 2000ൻ്റെയും കണക്കുകളൊക്കെയാണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. 20 ലക്ഷവും 30 ലക്ഷവും നഷ്ടമായവർ, 5ഉം 10ഉം ലക്ഷം വെച്ച് നഷ്ടമായവരൊക്കെ ഉണ്ട്. എന്തായാലും നമ്മൾ ബന്ധപ്പെട്ട അല്ലെങ്കിൽ നമ്മളെ ബന്ധപ്പെട്ട കുറച്ച് ആളുകൾ പറയുന്നത് അവർ അക്കൗണ്ട് മുഖേനയാണ് പണം നൽകിയിരിക്കുന്നത്. ഒപ്പം കൃത്യമായ റെസിപ്റ്റ് സ്ഥാപനം നൽകിയിട്ടുമുണ്ട്. അതുകൊണ്ട് ഒരു തെളിവ് ഇക്കാര്യത്തിലുണ്ട്. ആ തെളിവ് വെച്ച് മുന്നോട്ട് പോകാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. ഒരു വർഷമായി ഇവർ ഈ പണത്തിനായി അല്ലെങ്കിൽ ഈ CSR പദ്ധതിയിൽ നിന്നും ലഭിക്കുന്ന ഫണ്ടിനായി ബിജുവിൻ്റെ പുറകെ നടക്കുന്നുണ്ട്. ഫോൺ വിളിച്ചാൽ എടുക്കാത്ത അവസ്ഥ, കൊച്ചിയിൽ ഓഫീസിലെത്തിയാൽ ബിജുവിനെ കാണാൻ കഴിയാത്ത അവസ്ഥ, അങ്ങനെ കുറച്ച് നാളുകളായി കള്ളനും പോലീസും കളിച്ചുകൊണ്ടിരിക്കുന്ന ആളുകളാണ്. എന്തായാലും പുതിയ വെളിപ്പെടുത്തലുകളുടെ പശ്ചാത്തലത്തിൽ പണം തിരികെ ലഭിക്കണമെന്ന ആവശ്യവുമായി ഈ തമിഴ്നാട്ടിലുള്ളവർ കേരളത്തിലേക്ക് പോലും വരാനുള്ള സാഹചര്യം നിലവിലുണ്ട്. എന്തായാലും ഒരുപാട് പേർക്ക് പണം നഷ്ടമായിട്ടുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത്തരത്തിൽ ആളുകൾ ഒരുപക്ഷെ നമ്മളെ ബന്ധപ്പെടുക. അനീഷ്, കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യൂസ് 18 ഈ വാർത്ത പുറത്തുവിട്ടതിന് പിന്നാലെ കാക്കനാട്ടെ ഓഫീസ് ഒഴിയാൻ സ്ഥാപന ഉടമ, കെട്ടിട ഉടമ അവർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. അതോടൊപ്പം ഈ കേസുകൾ ഒന്നൊന്നായി പുറത്തു വരുമ്പോൾ, അതായത് തട്ടിപ്പ് ചെറിയ തട്ടിപ്പല്ല, കോടികൾ നഷ്ടപ്പെട്ടവരുണ്ട്. അങ്കമാലി സ്വദേശിക്കായ യുവാവിന് 1 കോടി രൂപയിലധികം നഷ്ടപ്പെട്ടു. മലപ്പുറം സ്വദേശിക്ക് ലക്ഷങ്ങൾ നഷ്ടപ്പെട്ടു. പലരും പേടി കാരണം അല്ലെങ്കിൽ നാണക്കേട് കാരണം പുറത്തു പറയുന്നില്ല. ചില വൈദികർക്ക് പോലും പണം നഷ്ടപ്പെട്ടു എന്ന വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ എങ്ങനെയാണ് പോലീസിൻ്റെ അന്വേഷണം നീങ്ങുന്നത്? ഈ സംഭവത്തിൽ ഈ പരാതിയുടെ അടിസ്ഥാനത്തിൽ പോലീസ് കേസെടുത്തിട്ടുണ്ടോ? ബിജു രാധാകൃഷ്ണൻ എവിടെയുണ്ടെന്ന് എന്തെങ്കിലും സൂചനകളുണ്ടോ? ടോം, ഇതിലേറ്റവും പ്രധാനം ഈ കാക്കനാട് റെക്ക ക്ലബിൻ്റെ തൊട്ട് അടുത്തുള്ള ഒരു വലിയ കെട്ടിടമാണ്. 3 നില കെട്ടിടത്തിൻ്റെ 2 നിലകളും ബിജു രാധാകൃഷ്ണൻ സ്വന്തമാക്കിയിരിക്കുകയായിരുന്നു. അവിടെ വലിയ തുക മുടക്കി ഉള്ളിൽ ഫർണിഷിങ്, ഇൻറ്റീരിയർ ഒക്കെ ചെയ്ത ഒരു സാഹചര്യമുണ്ടായിരുന്നു. ഈ കെട്ടിട ഉടമ കരുതിയിരുന്നത് മെഡിക്കൽ കോളേജുകളും മറ്റും നിർമ്മിക്കുന്ന ഒരു കരാർ കമ്പനിയാണ് ഈ സ്ഥാപനം. ഒപ്പം മറ്റു ചില കൺസൾട്ടൻസി സേവനങ്ങളും ചെയ്യുന്നുണ്ട് എന്ന രീതിയിൽ മാത്രമേ അറിഞ്ഞിരുന്നുള്ളൂ. നമ്മുടെ വാർത്ത പുറത്ത് വന്നപ്പോൾ നമ്മൾ ആദ്യ ദിവസം തന്നെ പൊട്ടിക്കിടന്ന ഓഫീസിലേക്ക് മുന്നിലേക്ക് പോയപ്പോൾ ആ കെട്ടിട ഉടമ എത്തുകയും അദ്ദേഹം അക്ഷരാർത്ഥത്തിൽ സ്തംഭിച്ചു പോവുകയും ചെയ്തു. കാരണം കേരളം കണ്ട ഏറ്റവും വലിയൊരു തട്ടിപ്പുകാരനാണ് തങ്ങളുടെ കെട്ടിടം എടുത്തതെന്ന് ഒരു വിവരവും ലഭിച്ചിരുന്നില്ല. ഒരുപാട് ആളുകൾ അവിടേക്ക് രാപകലില്ലാതെ വന്നു പോകുന്ന കാഴ്ചകളൊക്കെ അയൽവാസികൾ കാണുന്നുണ്ടായിരുന്നു. അപ്പോഴും വിചാരിച്ചത് ഈ മെഡിക്കൽ മേഖലയിൽ നിൽക്കുന്ന ഒരു സ്ഥാപനമാണ്, അത്തരം സേവനങ്ങളാണ് ചെയ്യുന്നത്. മറിച്ചൊരു തട്ടിപ്പുകാരായിരുന്നു ഈ സ്ഥാപനത്തിൻ്റെ പിന്നിൽ എന്നതിനെക്കുറിച്ച് അവർക്കൊരു ചിത്രവുമില്ല. അതുകൊണ്ട് തന്നെയാണ് വളരെ പെട്ടെന്ന് തന്നെ ഈ കെട്ടിടം ഒഴിഞ്ഞു പോകണമെന്ന് ചൂണ്ടിക്കാട്ടി അവർ ഈ ബിജുവിനും സംഘത്തിനും ഈ നിഷ കെ പീറ്ററിൻ്റെ പേരിലായിരുന്നു ഈ കരാറൊക്കെ എഴുതിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അതുകൊണ്ട് പെട്ടെന്ന് ഒഴിഞ്ഞു പോകണമെന്ന നിർദ്ദേശം നൽകിയിട്ടുണ്ട്. നേരത്തെ പനമ്പള്ളി നഗറിലും ഇവർക്ക്
ഒരു ഓഫീസ് ഉണ്ടായിരുന്നു. പനമ്പള്ളി നഗറിൽ നമുക്കറിയാം, കൊച്ചി നഗരത്തിൽ തന്നെ ഏറ്റവും ചെലവേറിയ ഒരു ഇടമാണ്. അവിടെ ആദ്യം ഒരു മുറിയായിരുന്നു ഉണ്ടായിരുന്നത്. റോഡിനോട് ചേർന്ന്, മേൽപ്പാലത്തിനോടൊക്കെ ചേർന്ന് തന്നെയുള്ള ഒരു കെട്ടിടം. അവിടെ ആദ്യം ഒരു മുറിയായിരുന്നു. പിന്നീട് ആ മുറി വിപുലമാക്കുകയും ആ നില ഒന്നടങ്കം ബിജു രാധാകൃഷ്ണനും കൂട്ടരും വാടകയ്ക്ക് എടുക്കുകയും ചെയ്തു. എന്നാൽ പിന്നീട് ഈ ആദ്യഘട്ടത്തിൽ പണം മുടക്കിയ പലർക്കും ഈ പണം തിരികെ ലഭിക്കുകയോ അല്ലെങ്കിൽ പദ്ധതി ലഭിക്കുകയോ ചെയ്യാതെ വന്നപ്പോൾ അവർ നിരന്തരം ഈ ബിൽഡിങ്ങിലേക്ക് എത്തുകയും അവിടെ പോയി ബഹളമുണ്ടാക്കുകയും ഒക്കെ ചെയ്യുന്ന സാഹചര്യമുണ്ടായി. അതുകൊണ്ട് വളരെ പെട്ടെന്ന് രാത്രിക്ക് രായമാനം ആരും അറിയാതെ ആ കെട്ടിടത്തിൽ നിന്നും അവർ കഴിഞ്ഞ ഒക്ടോബർ മാസം ഒഴിഞ്ഞു പോകുന്ന സാഹചര്യമുണ്ടായി. അന്ന് നൽകിയ ഫോൺ നമ്പറുകൾ പോലും പിന്നീട് പ്രവർത്തിക്കാത്ത അവസ്ഥയിലായി. അതായത് പണം നഷ്ടമായവർ പല തവണ കൊച്ചിയിൽ ഈ പനമ്പള്ളി നഗറിലെ കെട്ടിടത്തിലെത്തി ഇവർക്കായി തെരച്ചിൽ നടത്തിയെങ്കിലും അല്ലെങ്കിൽ ഇവരെ ഫോണിൽ ബന്ധപ്പെടാൻ ശ്രമിച്ചെങ്കിലും നടക്കാത്ത ഒരു സാഹചര്യം. ഇതാണ് ഇവരുടെ ഒരു പ്രവർത്തന രീതി. ഒരിടത്തൊരു പ്രശ്നം വന്നാൽ അവിടെ നിന്നും അടച്ചു പൂട്ടി അടുത്തിടത്തേക്ക് പോവുക, മൊബൈൽ നമ്പറുകൾ അടക്കം മാറുക. അതുകൊണ്ട് തിരഞ്ഞു നടക്കുന്നവർക്ക് പെട്ടെന്ന് ഇവരെ കണ്ടെത്താൻ കഴിയാത്ത ഒരു സാഹചര്യം, അത്തരമൊരു അന്തരീക്ഷമാണ് ഒരുക്കിക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും അങ്ങനെയുള്ള സാഹചര്യത്തിലാണ് ഈ കാക്കനാട്ടെ കെട്ടിടം ഒഴിയണമെന്ന നിർദ്ദേശം നൽകിയിരിക്കുന്നത്. ഒപ്പം ഈ പരാതിക്കാർ മുഖ്യമന്ത്രിക്കും DGPക്കുമൊക്കെ പരാതി നൽകുകയും അത് സിറ്റി പോലീസിലേക്ക് അയച്ചു കൊടുക്കുകയും ചെയ്തിരുന്നു. ഇതിൽ റിൽഷാദിൻ്റെ മൊഴിയടക്കം പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏലിയാസ് ഇന്ന് വീണ്ടും ഒരു പരാതി പോലീസിന് മുമ്പിൽ നൽകിയിട്ടുണ്ട്. ഒരു പക്ഷേ ഏതാനും മണിക്കൂറുകൾക്കുള്ളിൽ ഇന്ന് രാത്രിയോ നാളെ രാവിലെയൊക്കെ കൂടി കൊണ്ട് ഈ FIR എടുക്കുമെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്നാൽ അതിനുശേഷമാവും ഒരു വലിയ ഗൗരവമായ അന്വേഷണം ഇക്കാര്യത്തിൽ ഉണ്ടാവുക. നിലവിൽ തന്നെ രഹസ്യാന്വേഷണ വിഭാഗങ്ങളൊക്കെ ഈ കെട്ടിടം നിലനിൽക്കുന്ന സ്ഥലത്തും ബിജുവുമായി ബന്ധപ്പെട്ട കേന്ദ്രങ്ങളിലൊക്കെ എത്തുകയും വിവരങ്ങൾ ശേഖരിക്കുകയും ചെയ്തു. ഇടപാടുകാർ അടക്കമുള്ളവർ ബന്ധപ്പെടുമ്പോൾ ബിജുവിനെ ബന്ധപ്പെടാൻ കഴിയുന്നില്ല. സ്വിച്ച് ഓഫ് ആണ് മൊബൈൽ ഫോൺ. ഒളിവിലേക്ക് ഈ പ്രശ്നങ്ങളൊക്കെ ആയതോടുകൂടി അയാൾ മാറി എന്ന സൂചനകൾ തന്നെയാണ് ഇപ്പോൾ ലഭിക്കുന്നത്. വ്യക്തമാണ്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. സോളാർ തട്ടിപ്പ് കേസ് പ്രതി ബിജു രാധാകൃഷ്ണൻ്റെ കൂടുതൽ തട്ടിപ്പിൻ്റെ വിവരങ്ങളാണ് പുറത്തുവരുന്നത്. തമിഴ്നാട്ടിൽ ഇയാൾ വിവിധ സമ്മിറ്റുകൾ സംഘടിപ്പിച്ചുകൊണ്ട് വലിയ തട്ടിപ്പിന് നീക്കം നടത്തിയിരുന്നു. ബിജുവിനെ കേന്ദ്രീകരിച്ച് സംസ്ഥാന പോലീസ് ഇപ്പോൾ അന്വേഷണം ഊർജിതമാക്കിയിരിക്കുകയാണ്. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.